മൊബൈലിലാണ് ബസ് കയറിയ പിന്നെ മൊബൈൽ എടുത്തു. പിന്നെ അവർക്ക് വേണ്ട സോഷ്യൽ മീഡിയയിൽ പോയിട്ട് അവർ കാര്യങ്ങളും ഇതൊക്കെ നോക്കുകയാണ്. അതുകൊണ്ടാണ് ശ്രദ്ധക്കുറവ്. അപ്പോൾ അതേപോലെ തന്നെ എന്താ പറയുന്നത്, ബസ്സിൻ്റെ പകുതി ഡോറ് തുറന്നിട്ടാണ് ഇവിടെ അധികമുള്ള ബസ്സുകാർ പോവാറ്. കഞ്ചാവിൻ്റെ ഏട്ടനായിട്ട് വരുന്നത് ഇപ്പോൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ MDMA ആണ്. അപ്പോൾ MDMAക്ക് ഇപ്പോൾ അത്യാവശ്യം വില ഉണ്ടെന്ന് പറയാം. ഇവിടെ ഓരോ സ്ഥലത്തും പിടിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. കൂടുതലും യുവാക്കളാണ്. അപ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൻ്റെ രീതി പഠിക്കാതെ ഇവർ പിന്നെ പണത്തിന് വേണ്ടിയിട്ട് നടക്കുകയാണ്. പണത്തിന് വേണ്ടിയിട്ട്, ആഡംബര ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഇവർ നടക്കുന്നത്. അല്ലാതെ ഇവർ ഒരിക്കലും പിന്നെ അത് കടത്താൻ വേണ്ടിയിട്ട് ഇവരെ വീട്ടുകാർ പ്രേരിപ്പിക്കുന്നുണ്ടോ എന്നറിയില്ല. ചിലപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരിക്കാം. കാരണം വീട്ടുകാർ പറഞ്ഞു വിടുന്നുണ്ടാവും, നീ പോയി പൈസ ഉണ്ടാക്ക്, 10 ഉറുപ്പ്യ ഉണ്ടാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ചിലപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സമയം കൊടുത്ത ആ സമയത്തിനല്ലേ അത് കിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് റിസ്ക് എടുക്കാൻ വയ്യ. അതായത് ഡ്രൈവിങ്ങിൽ അതാ പോകുന്നില്ല. ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ ഒരു ബൈക്കുകാരൻ, വേറൊരാൾ വരുന്നുണ്ട്. അങ്ങനെ വരട്ടെ, എല്ലാവരും വന്നിട്ട് വണ്ടി അടിപ്പെട്ടിട്ട് പോട്ടെ. അപ്പോൾ ശരിക്കും ഇവർക്ക് റിസ്ക് എടുക്കാനുള്ള ഒരു താല്പര്യമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം അത്ര പിന്നെ ബുദ്ധിമുട്ടി പഠിക്കേണ്ട കാര്യമൊന്നുമില്ലത്. പരാതി കൊടുക്കാം. ഇതിവിടെ പാർട്ടിക്കാരും പോലീസുകാരും ചേർന്നാണ് ബസ്സുകാർക്കിട്ട് തല്ലിയത്. ആ മുകളിൽ നിന്ന് പോലീസുകാർ വിളിച്ചു പറഞ്ഞിട്ട് തന്നെ എന്നല്ല തല്ലിയത്. അത് വളരെ മോശമല്ലേ. ഒന്നെങ്കിൽ ബസ് കൊടുത്തില്ലേ പരാതി കൊടുത്ത നടപടി എടുക്കാം. ഇപ്പോൾ ഞങ്ങളൊരു പിള്ളേരെ തല്ലി എന്ന് പറഞ്ഞാൽ പ്രശ്നമാക്കി ഞങ്ങളെ പിള്ളേരെ തല്ലിയ ഞങ്ങളെ 5 തീരുമല്ലോ. അല്ല ഞങ്ങളെ നിയമം കയ്യിലെടുക്കാനില്ല. അന്നേരം നമ്മളോട് ചോദിക്കും നിയമം കയ്യിലെടുക്കാൻ പറ്റും. ഇവരെന്നെ വകുപ്പിലെ നിയമം കയ്യിലെടുത്ത് അത് ചോദിക്കണം. അത് ചോദിക്കാതെ ഞങ്ങൾ ആരും കൊടുവരാം. അതുപോലെ ഇന്ന് ഒരാൾക്കിട്ട് കിട്ടിയെങ്കിൽ ഞങ്ങളും ഉണ്ടായിരുന്നത് നാളെ എല്ലാവർക്കും കിട്ടും. ഇതൊരു സംഭവമായിട്ട് വരും. ഇപ്പം വന്ന് ആർക്ക് വഴിയെ പോകുന്ന എല്ലാവരും പ്രൈവറ്റ് ഒരു തുടക്കം മാത്രമാണ്. വരാനിരിക്കുന്ന ദിവസങ്ങൾക്കകത്ത് മണ്ണാർക്കാട്ടെ MSFനെ, മണ്ണാർക്കാട്ടെ ലീഗിനെ തച്ചു തകർത്ത് തരപ്പുഴ തരിപ്പണമാക്കിക്കൊണ്ടായിരിക്കും മണ്ണാർക്കാട്ടെ SFI മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സൂചിപ്പിച്ചു വെക്കാനുള്ളത്. ഇത് നന്നായി. അപ്പോൾ സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് നമ്മുടെ നഗരത്തിലെ എന്നുമില്ലാത്തൊരു ബ്ലോക്കാണ് ദിവസമുള്ളത്. അപ്പോൾ ഇന്നെന്ന് മാത്രമല്ല. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഈ അലക്ഷ്യമായിട്ടുള്ള ഡ്രൈവിങ്ങാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. കാരണം നമ്മളിപ്പോൾ ഇടത് വശത്തേക്ക് തിരിയുമ്പോഴോ ഇല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇനി വേറെ വേദവാക്യമൊന്നും പറയുന്നില്ല. അപ്പോൾ ഇവിടെ എന്തോ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ പരിപാടി എന്താണെന്ന് നോക്കണം. കാരണം ഇവിടെ എക്സ്ചേഞ്ച് മേള എന്ന് കാണുന്നുണ്ട്. പിന്നെ കുറേ പോലീസുകാരെ വണ്ടികൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ ഇവിടെ മണ്ണാർക്കാട് MES കലടി കോളേജിൻ്റെ ഒരു ജയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ളൊരു ബ്ലോക്കാണ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. ഇവർ ഈ റോട്ടിക്ക് എന്തിനാണ് ഇറങ്ങിയിരിക്കുന്നത്? അതപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത്. എന്തായാലും നമുക്ക് എന്തോ ഒരു പരിപാടിയാണ് സംഭവം. അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഒരു തുടക്കം മാത്രമാണ്. വരാനിരിക്കുന്ന ദിവസങ്ങൾക്കകത്ത് മണ്ണാർക്കാട്ടെ MSFനെ, മണ്ണാർക്കാട്ടെ ലീഗിനെ തച്ചു തകർത്ത് തരപ്പുഴ തരിപ്പണമാക്കിക്കൊണ്ടായിരിക്കും മണ്ണാർക്കാട്ടെ SFI മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സൂചിപ്പിച്ചു വെക്കാൻ. അത് ഇന്നലെ നമ്മുടെ MES കലടി കോളേജിൽ SFIയും അതേമാതിരി MSFും അങ്ങനെ എന്തൊക്കെ പിന്നെ അതായത് കോളേജിലത്തെ യൂണിയനുകൾ, പാർട്ടികൾ ജയിച്ചതിൻ്റെ പേരിലൊരു എന്താ പറയുക ഒരു സമ്മേളനമാണ് ഉണ്ടായത്. അപ്പോൾ അതിനാണ് അവിടെ പോലീസുകാരൊക്കെ വന്നത്. കാരണം ഈ ചെക്കന്മാരാണ്, ഫുള്ള് ചെക്കന്മാരല്ലേ. അപ്പോൾ അതിൽ എന്തെങ്കിലും സംഘർഷങ്ങൾ ഉണ്ടാവുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അവിടെ പോലീസുകാർ വന്ന് കാണാം. അല്ല വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ പോണവരൊക്കെ അവർ തന്നെയാണ്. അപ്പോൾ അതിൽ പിന്നെ അതായത് ഒരു ബസ്സുകാരെ, അതായത് കറകളഞ്ഞ ഒരു ബസ് പ്രേമി എന്ന ഒരു പേജിൽ വന്നൊരു പോസ്റ്റാണിത്. അപ്പോൾ അതിൽ എഴുതിയിട്ടുള്ളത് എങ്ങനെയാണ് വേറെ പോട്ടെ. അതായത് മാതാപിതാക്കൾ ശ്രദ്ധിക്കുക,
അതിൽ വായിച്ചാൽ നിങ്ങൾക്ക് അറിയും എന്താണെന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ആരുടെ ഭാഗത്താണ് തെറ്റ്? അതായത് ഇപ്പോൾ യുവതലമുറ പോയിക്കൊണ്ടിരിക്കുന്നത് രീതി ശരിയല്ല. അതായത് അവർ ഏത് രീതിക്കിടെ, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത്. മാതാപിതാക്കൾക്ക് പോലും ശ്രദ്ധയില്ല, അപ്പോൾ പിന്നെ കുട്ടികൾ വഴിയെത്തായിരിക്കും. പൊതുവായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് കുട്ടികളെ അച്ചടക്കത്തോടു കൂടി വിദ്യാഭ്യാസിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവർക്ക് അതിനോട് താല്പര്യമില്ല. അവർക്ക് എന്താണ് താല്പര്യം ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് പിന്നെ കച്ചറുണ്ടാക്കണം, കുറേ എന്താ പറയുക, കുറേ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു പരിപാടിയിലാണ് ഇപ്പോൾ അവർ. കാരണം ഒരു അച്ചടക്ക ബോധം ഇല്ലാതെയാണ് ഇപ്പോൾ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ അവരെ നാശത്തിലേക്കുള്ള പോക്കാന്ന് അവർ അറിയുന്നില്ല. കാരണം ഇപ്പോൾ കൂടുതലും ഈ ലഹരി മാഫിയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. മദ്യത്തിൻ്റെ കാര്യം മാത്രമല്ല, മദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പിണറായി സർക്കാർ ഉണ്ടാക്കുന്ന മദ്യമാവും കൊണ്ട് നമുക്ക് അരമണിക്കൂർ കൊണ്ട് തന്നെ അതിൻ്റെ എന്താ പറയുക കിക്ക് ഇറങ്ങിപ്പോവും. 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മുടെ ശരീരത്തിൽ ഒന്ന് വെള്ളം കുടിച്ചിട്ട് ഒന്ന് മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ആ എഫക്റ്റ് പോവും. കാരണം അത്രയാണ് അവർ അതിൻ്റെ എസൻസ് കൊടുക്കുന്നുള്ളൂ. കാരണം എന്തിനാ അങ്ങനെ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ 1.5 പെഗ് അടിക്കണവനും ഇല്ല 1 പെഗ് അടിക്കണവനും കിക്ക് കയറില്ല. അപ്പോൾ കിക്ക് കയറാൻ വേണ്ടിയിട്ട് കൂടുതലും അടിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇത് വയറിനും ശരീരത്തിനും കേടാന്ന് ഇവർ അറിയുന്നില്ല. അപ്പോൾ ഇത് സർക്കാരിന് ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ്, പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ക്വാർട്ടർ വാങ്ങിയവന് അടിച്ചാൽ തികയാത്തവൻ പിന്നെ 1/2 ലിറ്റർ വാങ്ങും. 1/2 ലിറ്റർ വാങ്ങിയിട്ട് ചിലപ്പോൾ വൈകുന്നേരത്ത് കൊണ്ടുപോയാൽ അത് ചിലപ്പോൾ അങ്ങനെ തീരാനുള്ള ചാൻസ് ഉണ്ട്. 2 പേരാണെങ്കിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് സർക്കാരിന് ലാഭം കിട്ടാൻ വേണ്ടി ചെയ്യാണ്. അപ്പോൾ ജനങ്ങൾക്ക് പിന്നെ നല്ല രീതിയിൽ ആരോഗ്യത്തോടു കൂടി പിന്നെ നല്ല രീതിയിലുള്ള ഒരു കാര്യവും ഇവിടെ നമ്മുടെ കേരളത്തിൽ ചെയ്യില്ല. ശരിക്കും പറഞ്ഞാൽ അതാണ്. അപ്പോൾ അതിൽ കൂടിയ ഐറ്റംസ് നമ്മുടെ കേരളത്തിൽ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. മദ്യം അല്ലാതെ എന്താ ഹൈബ്രിഡോ അങ്ങനെ വേറെ എന്തൊക്കെ MDMA എന്നൊന്നും അല്ല എന്ന് പറയുന്നത്. കഞ്ചാവിൻ്റെ വില കളഞ്ഞു മലയാളികൾ കാരണം. കഞ്ചാവിൻ്റെ വില പോയി. കഞ്ചാവ് പറയാണ് ഇത്രയും അപമാനിച്ചെങ്കിൽ ഞാൻ പോയിക്കോട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ കഞ്ചാവിനിപ്പോൾ ഒരു വിലയില്ല. അപ്പോൾ ഏകദേശം ഇപ്പോൾ കുറച്ചൊക്കെ ഒരു കഞ്ചാവിൻ്റെ ഏട്ടനായിട്ട് വരുന്നത് ഇപ്പോൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ MDMA ആണ്. അപ്പോൾ MDMAക്ക് ഇപ്പോൾ അത്യാവശ്യം വില ഉണ്ടെന്ന് പറയാം. ഇവിടെ ഓരോ സ്ഥലത്തും പിടിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. കൂടുതലും യുവാക്കളാണ്. അപ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൻ്റെ രീതി പഠിക്കാതെ ഇവർ പിന്നെ പണത്തിന് വേണ്ടിയിട്ട് നടക്കുകയാണ്. പണത്തിന് വേണ്ടിയിട്ട് ആഡംബര ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഇവർ നടക്കുന്നത്. അല്ലാതെ ഇവർ ഒരിക്കലും പിന്നെ അത് കടത്താൻ വേണ്ടിയിട്ട് ഇവരെ വീട്ടുകാർ പ്രേരിപ്പിക്കുന്നുണ്ടോ എന്നറിയില്ല. ചിലപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരിക്കാം. കാരണം വീട്ടുകാർ പറഞ്ഞു വിടുന്നുണ്ടാവും, നീ പോയി പൈസ ഉണ്ടാക്ക്, 10 ഉറുപ്പ്യ ഉണ്ടാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ചിലപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനുള്ള ചാൻസ് ഒരു സാധ്യത കാണുന്നുണ്ട്. അല്ലാതെ ഇപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ പോയിട്ട് അവരുടെ ജീവിതം ഒരിക്കലും നശിപ്പിക്കാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ ഇതൊക്കെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ മാതാപിതാക്കൾക്ക് എവിടെയാണ് ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ 90% എന്താ പറയുന്നത് മൊബൈലിലാണ്. ഇപ്പോൾ ഡ്രൈവിങ് ചെയ്യുമ്പോൾ പോലും മൊബൈലിൽ ചാറ്റ് ചെയ്തിട്ട്, കോൾ ചെയ്തിട്ട്, മെസ്സേജ് അയച്ചിട്ട്, പിന്നെ അത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, അതായത് കൂടുതലും അവരേതായ രീതിയിലുള്ളത് കൂടുതലും ഞാൻ പറയട്ടെ പിന്നെ ഈ സെക്സലായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മലയാളികൾ ആസ്വദിക്കുന്നത്. കാരണം അത് ലൈംഗിക ദാരിദ്ര്യം, അപ്പോൾ അങ്ങനെ ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ വാർത്താ ചാനലിൽ റിപ്പോർട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടികളുടെ കാര്യത്തിൽ. പിന്നെ അവർക്ക് ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ജനിച്ച ഉടൻ തന്നെ ഡോക്ടർമാരും നഴ്സുമാരും കൊടുക്കുന്നത് ഫോണാണ്. ഈ ഫോണിൽ നിന്നും കിട്ടുന്ന വെളിച്ചം, അതായത് വിസ്മയത്തിൻ്റെ ലോകമാണ് അവർ കാണുന്നത്. അപ്പോൾ മാതാപിതാക്കളുടെ ഒരു സ്പർശനയോ ലാളനയോ സ്നേഹമോ മുലപ്പാലോ ഒന്നും കിട്ടുന്നില്ല. ഒക്കെ കുപ്പിപ്പാലാണ്, ഒക്കെ ഈ കടയത്തെ പാക്കറ്റ് പാലാണ് ഇപ്പോൾ അമിഞ്ഞ പാലായിട്ട് കൊടുക്കുന്നത്. സംശയമുണ്ട് കേട്ടോ, എനിക്കറിയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അവരിങ്ങനെ തന്നെ ആവും. നേരെ മറിച്ച് അമ്മയുടെ ഒരു ലാളനയും സ്നേഹവും പിന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ മാതാപിതാക്കളെ വെട്ടിക്കൊല്ലാനും പിന്നെ ചതിക്കാനും വഞ്ചിക്കാനും ലഹരിക്ക് അടിമയാവാനും ഒരു സാധ്യതയും കാണാമല്ല. അപ്പോൾ ലഹരി വേണം, അത്യാവശ്യം നമുക്ക് ലഹരി വേണം, അതാണ് ജീവിതം. പക്ഷേ ലഹരി ഒരിക്കലും രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഈ പിന്നെ അമിതമായിട്ടുള്ള ഇപ്പോൾ ഈ വസ്തുക്കളിലൊന്നും നമ്മൾ പിന്നെ ലഹരി പെട്ട് കഴിഞ്ഞാൽ
അത് നമ്മുടെ കുടുംബം എന്ന് മാത്രമല്ല നമ്മുടെ ഭാവിയെ തലമുറയെ കൂടി നശിപ്പിക്കും. ഇപ്പോൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പും കൂടിയാണ് ഇപ്പോൾ അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാലയം, വീടാണ് ഏറ്റവും വലിയ വിദ്യാലയം. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ സ്കൂള്. വീട്ടിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം, അച്ചടക്കം, സ്നേഹം ഒക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കിട്ടുന്നതാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തേക്ക് പോണത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഇപ്പോൾ പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ കാര്യം തന്നെ പറഞ്ഞ് തുടങ്ങുകയും ചെയ്യുക, അതേപോലെ അവസാനിപ്പിക്കുകയും ചെയ്യുക. അതാണ് അത് പ്രയോജനമല്ല. എന്നിരുന്നാലും നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ വേറൊരു കാര്യം പറയട്ടെ. വേറൊരു കാര്യം ഒന്നല്ല, നിങ്ങൾ പരമാവധി നഗരത്തിൻ്റെ ഫുട്പാത്തിലൂടെ മാത്രം നടക്കാൻ ശ്രമിക്കുക. കാരണം വാഹനങ്ങളുടെ സ്പീഡ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് പരമാവധി നിങ്ങൾ പിന്നെ ഫുട്പാത്തിലൂടെ മാത്രം നടക്കുക. അല്ലെങ്കിൽ ബൈക്കേരോ കാറേരോ ഇനി സൈഡ് കൊടുക്കുമ്പോൾ ചെറിയ വണ്ടി തട്ടിയാലും വലിയ വണ്ടി തട്ടിയാലും ചിലപ്പോൾ പരിക്ക് ഒന്നായിരിക്കാം. പിന്നെ നിങ്ങളുടെ ആരോഗ്യനില എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ നിങ്ങൾ പരമാവധി ഫുട്പാത്തിലൂടെ മാത്രം നടക്കാൻ ശ്രമിക്കുക. അപ്പോൾ വേറെ വിഷയം എന്ന് പറയുമ്പോൾ വിഷയങ്ങളായിട്ടൊന്നുമില്ല. നമുക്കിപ്പോൾ പ്രധാനമായിട്ടും വിഷയങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇന്ന് ഇപ്പോൾ എന്നല്ല, എങ്ങനെയായാലും നമ്മുടെ ഈ സർക്കാരിൻ്റെ പരാജയമാണ് മൊത്തം. ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു വാർത്ത കണ്ടു, ലേണേഴ്സിൻ്റെ ലൈസൻസ് ലേണേഴ്സ് ടെസ്റ്റിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇത്ര. അതായത് നമുക്കൊക്കെ പഠിക്കുമ്പോൾ, നമ്മളൊക്കെ ലൈസൻസ് എടുക്കുമ്പോൾ ഇത്ര വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അന്ന് പ്രശ്നങ്ങളല്ല, ഏകദേശം എന്താ പറയുക, നമുക്ക് റോഡിൻ്റെ ടെസ്റ്റും കാര്യങ്ങളും, വണ്ടി എങ്ങനെ കൊണ്ടുപോകണം, ഏത് രീതിയിൽ പോകണം, ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ, പാടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെ എന്നൊക്കെ നമുക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്നിപ്പോൾ വണ്ടികൾ ഒരുപാട് കൂടിയതുകൊണ്ട് ഇവിടെ തന്നെ ഇപ്പോൾ നല്ല ബ്ലോക്കാണ്. എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഓരോരുത്തർക്ക് നിൽക്കാൻ സമയമില്ല. അതെന്താണ് എങ്ങനെയാണ് ഒന്നും ഇവർക്ക് നിൽക്കാൻ സമയമില്ലാത്ത രീതിയാണ്. അപ്പോൾ അന്ന് ഇങ്ങനെ ആയിരുന്നില്ല, എന്നാൽ ഇന്ന് അങ്ങനെയല്ല. അപ്പോൾ ഇന്ന് തലങ്ങും വിലങ്ങുമാണ് വണ്ടികൾ പോണത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ബൈക്കുകാർക്കാണ് കൂടുതൽ ധൃതി. അപ്പോൾ ആ ഫോണ് കാണുന്നുണ്ടാവും നിങ്ങൾ ഏകദേശം. അപ്പോൾ ഈ ടെസ്റ്റിന് പകുതിയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞത്. അതായത് അവർ കമ്പ്യൂട്ടറിൽ 30 സെക്കൻഡ് ഉള്ളൂ പരീക്ഷയ്ക്കുള്ള സമയം. അതായത് ക്യാപ്ച എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് റോബോട്ടിക്കിൻ്റെ പോലെ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് അവർക്ക് പിന്നെ കിട്ടുന്നില്ല എന്ന് പറയണേ. അപ്പോൾ ഇപ്പോൾ ഫുള്ള് കമ്പ്യൂട്ടറിലാണ്. നമുക്ക് അന്ന് കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നില്ല, ഇന്നിപ്പോൾ ഫുള്ള് കമ്പ്യൂട്ടറാണ്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സമയം കൊടുത്ത ആ സമയത്തിനല്ലേ അത് കിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് റിസ്ക് എടുക്കാൻ വയ്യ. അതായത് ഡ്രൈവിങ്ങിൽ അതാ പോകുന്നില്ല. ഒരു ഓട്ടോറിക്ഷക്കാരനും ഒരു ബൈക്കുകാരനും, വേറെ ആൾ വരുന്നുണ്ട്. അങ്ങനെ വരട്ടെ, എല്ലാവരും വന്നിട്ട് വണ്ടി അടിപ്പെട്ടിട്ട് പോട്ടെ. അപ്പോൾ ശരിക്കും ഇവർക്ക് റിസ്ക് എടുക്കാനുള്ള ഒരു താല്പര്യം ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം അത്ര പിന്നെ ബുദ്ധിമുട്ടി പഠിക്കേണ്ട കാര്യമൊന്നുമില്ലത്. നമ്മളൊക്കെ ഏതൊരു ജോലി റിസ്ക് എടുക്കണം. റിസ്ക് എടുത്താൽ മാത്രമാണ് നമുക്ക് ആ ജോലിയുടെ പൂർണ്ണമായിട്ടുള്ള ഒരു എന്താ പറയുക രൂപം നമുക്ക് മനസ്സിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ റിസ്ക് എടുക്കാതെ വെറുതെ അങ്ങോട്ട് ലൈസൻസ് കിട്ടുമോ? അപ്പോൾ നമ്മളിപ്പോൾ ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒരു ജോലി പൂർണ്ണമായിട്ട് എടുക്കാതെ നമുക്ക് ശമ്പളം കിട്ടുമോ? ഇല്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഡ്രൈവിങ്ങിൻ്റെ കാര്യം. കാരണം ഇപ്പോൾ ഉള്ള എന്താ പറയുക വാഹനത്തിൽ ടെസ്റ്റ് കൊടുക്കുന്നത്, കാറിൽ, ബൈക്ക്, ഇവരൊക്കെ നല്ല റോഡുകളായിരുന്നു. നമുക്കൊക്കെ പഴയ റോഡുകളായിരുന്നു. അതായത് പൊട്ടിപ്പൊളിഞ്ഞ കുണ്ടും കുഴിയും ഒക്കെ ഉള്ള റോഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് കിട്ടി. ഇവർക്ക് എക്സ്പീരിയൻസ് എന്താണെന്ന് പോലും അറിയില്ല. ഇവർക്ക് കുറേ എക്സ്പീരിയൻസ്, ഈ ഇപ്പോഴത്തെ തലമുറയുടെ എക്സ്പീരിയൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ മൊബൈലിൽ കളിക്കണം, അതന്നെയാണ്. പിന്നെ അവർക്ക് ആവശ്യമുള്ള ആൾക്കാരെ അവർ തന്നെ കണ്ടുപിടിക്കും. എന്നിട്ട് അത് എന്തെങ്കിലും രീതിയിൽ പിന്നെ കൊക്കക്കണീസിൽ ചെന്ന് ചാടും. എന്നിട്ട് അവസാനം പോലീസ് കേസാവും. അപ്പോൾ പിന്നെ എല്ലാത്തിനും തീരുമാനമാവും. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ തലമുറയുടെ ലക്ഷ്യം, അല്ലെങ്കിൽ അവബോധം. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പിന്നെ എന്താ പറയുക, അത്
അപ്പോൾ അവിടെ നല്ല വണ്ടികൾ അങ്ങോട്ട് കൂടെ ആകെ എന്താ പറയുക ഇടങ്കോലിടുക എന്ന് പറയില്ലേ, ആ പരിപാടികളൊക്കെ അവിടെ ചെയ്യുന്നത്. അത് ഒരു 2-3 ബസ്സുകൾ അവിടെ അങ്ങോട്ട് കൂടെ നിൽക്കുന്നുണ്ട്. അവിടെ പോകണമെങ്കിൽ നമുക്ക് അറിയാം. അപ്പോൾ ഇവിടെ ടൗണിൻ്റെ കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് എന്തോ ഒരു എന്താ പറയുക എന്താ ഇനി പറയുക ഈശ്വര, ഒരു എത്തുമ്പടിയും കിട്ടുന്നില്ല. അവനവൻ്റെ വഴി, അവനവൻ്റെ രീതി, അതാണ് ഇപ്പോൾ ഈ ഡ്രൈവിങ്ങിൽ കാണുന്നത്. ഇപ്പോൾ ഓരോ വാഹനങ്ങളുടെ ഡിസ്റ്റൻസ് വെച്ച് നോക്കിയാലേ നമുക്കറിയാം എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളത്. ഒക്കെ തലങ്ങും വിലങ്ങുമാണ്. പിന്നെ നോ പാർക്കിംഗ് ഏരിയയിലാണ് ഇവിടെ ബൈക്കുകാർ നിർത്തിയിട്ടുള്ളത്, അതേപോലെ കാറുകാരും. അപ്പോൾ പിന്നെ ബ്ലോക്കിൻ്റെ എണ്ണം കൂടി വരിക എന്നല്ലാതെ ഇങ്ങനെയൊക്കെയാണ് ഡ്രൈവിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് എക്സ്പീരിയൻസാണ് കിട്ടുക? ഞാനിപ്പോൾ പോണത് അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്, അല്ലാപ്പോൾ ഇങ്ങനെ ആവില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത, നമ്മുടെ കേരളത്തിൻ്റെ മാത്രം. എന്നിട്ട് അടിയും കുത്തും ബഹളം ഉണ്ടാക്കും. അപ്പോൾ പിന്നെ പ്രൈവറ്റ് ബസ്സുകാരുടെ കാര്യം പറയാം. ബസ്സിൽ നിന്ന് വീണിട്ട് ഒരാൾക്ക് പരിക്ക് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ എന്നല്ല ഒട്ടുമിക്ക സ്ഥലങ്ങളിലും തമിഴ്നാടൊക്കെ അത്യാവശ്യം സേഫ്റ്റി ഉണ്ടെന്ന് കരുതാം. അവിടെ 2 കണ്ടക്ടർമാരാണ്. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും തിരക്കുള്ള പിന്നെ വാഹനത്തിൽ 2 കണ്ടക്ടർമാരുണ്ടായിരിക്കും, ബാക്കിലും മുന്നിലും. അപ്പോൾ അതിൻ്റേതായ സേഫ്റ്റി അവിടുത്തെ യാത്രക്കാർക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഒരു കണ്ടക്ടർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ശ്രദ്ധിക്കാണ്ടല്ല, ഒക്കെ മൊബൈലിലാണ്. ബസ് കയറിയാൽ പിന്നെ മൊബൈൽ എടുത്തു, പിന്നെ അവർക്ക് വേണ്ട സോഷ്യൽ മീഡിയയിൽ പോയിട്ട് അവർ കാര്യങ്ങളും ഇതൊക്കെ നോക്കുകയാണ്. അതുകൊണ്ടാണ് ശ്രദ്ധ കുറവ്. അപ്പോൾ അതേപോലെ തന്നെ എന്താ പറയണേ, ബസ്സിൻ്റെ പകുതി ഡോറ് തുറന്നിട്ടാണ് ഇവിടെ അധികമുള്ള ബസ്സുകാരും പോവാറ്. ഇവിടെ ബ്ലോക്കിൻ്റെ കാരണം എന്താ അറിയോ, അവിടെ ഒരു ഓട്ടോറിക്ഷക്കാരനെ സെൽഫില്ലാതെ ഓഫായി കുടുങ്ങിയതാണ്. അതാണ് സംഭവം. അതിന് അത് അപ്പുറത്ത് കുറേ കാറ് വരും, നല്ല ആൾക്കാർ വണ്ടിയും വരെയാണ്, അതിനനുസരിച്ചിട്ട് ബൈക്ക് വരും. നമ്മൾ ഓഫാക്കി ആ കൊലക്ക പോലെയും. അതാണ് ഇപ്പോൾ ബ്ലോക്ക്. അപ്പോൾ അവിടെയും അങ്ങോട്ടും പോകാൻ പറ്റില്ല, അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഭയങ്കര അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് ട്രാഫിക്കിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് ടീമേരാണ്. എന്താണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാണിച്ചു തരാനൊന്നുമില്ല, അപ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. ഇങ്ങനെ കാറുകാർക്കാണ് ധൃതി, അതേപോലെ ബൈക്കുകാർക്കാണ് ധൃതി. അതോ ഓരോരുത്തർ എന്ത് മാമല മത്തച്ച എന്ന് പറഞ്ഞപ്പോൾ ഇത് കണ്ടിട്ടാണ് ഇതിനെ കയറിപ്പോണെന്ന് അറിയാത്തത്. ശക്തമായിട്ട് നമ്മുടെ ഗണേഷ് കുമാർ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിന് ഇടപെടുക വേണം. കാരണം നിങ്ങൾ വലിയ KSRTC കാര്യമൊക്കെ പറയട്ടെ, റോഡിൽ ഈ ബൈക്കുകാർ കാറുകാർ ചെയ്യുന്ന തെമ്മാടിത്തരം എന്താണെന്ന് നിങ്ങൾ കാണില്ല. അവിടെ വലിയ വണ്ടിയുടെ ഇടയിലേക്കാണ് ഇവർ അതിസാഹസികമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ തെറ്റേര് ബസ്സുകാരാവും, അല്ലെങ്കിൽ ലോറിക്കാരാവും. KSRTC ആണെങ്കിൽ പിന്നെ ആരവായാലും ഒന്നും മുണ്ടില്ല, ഒക്കെ പണം തിരിഞ്ഞിരിക്കാവും. പ്രൈവറ്റ് ബസ്സുകാരെ തന്തയ്ക്ക് വിളിക്കാനും തള്ളയ്ക്ക് വിളിക്കാനും കുറേ നായിൻ്റെ മക്കളുണ്ട് നമ്മുടെ കേരളത്തിൽ. ഇതങ്ങനെ തന്നെ പറയാൻ എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ KSRTCയിൽ കൺസെഷൻ കൊടുക്കില്ല. KSRTC പൊതു സ്വത്താണ്, ജനങ്ങളുടെ സ്വത്താന്നൊക്കെ പറഞ്ഞിട്ട് കൺസെഷൻ കൊടുക്കില്ല. പക്ഷേ പ്രൈവറ്റ് ബസ്സുകാരെ നെഞ്ഞത്ത് കയറാൻ ഇഷ്ടംപോലെ ആൾക്കാരാണ്. എന്നാൽ KSRTC ഒരു അപകടം ഉണ്ടാക്കി, അതിലൊരാൾ മരിച്ചു അല്ലെ പരിക്കേറ്റു. പക്ഷേ അപ്പോഴുള്ള പട്ടികളൊന്നും കുറയ്ക്കില്ല. അപ്പോൾ പട്ടികൾക്ക് കന്നിപ്രസവത്തിന് പോണ ഒരു എന്താ പറയുക ഒരു രീതിയാണ് നമ്മൾ എപ്പോഴും കാണാറുള്ള സംഭവമാണത്. അപ്പോൾ 1 രൂപയ്ക്ക് കൺസെഷൻ, അതേപോലെ 5 രൂപ കൺസെഷൻ, അങ്ങനെ തോന്നിയ രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇതൊന്നും സർക്കാരിൻ്റെ ആൾക്കാർ കാണില്ല, ഉദ്യോഗസ്ഥന്മാർ കാണില്ല. പിന്നെ ഡ്രൈവിങ് പഠിക്കാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഇടതുവശത്ത് ഒരു കാറ് ക്രോസ് ആയിട്ടാണ് നിൽക്കണേ. അത് വണ്ടി ഓഫായിക്കാണോ ഇനി അത് കേട് വന്ന് നിർത്തിക്കാണോ എന്നറിയില്ല. എന്നാലും ഒരാൾ പോലും തള്ളിക്കൊടുക്കാൻ ഇത്ര സമയമായിട്ടും ഒരാൾ സൈഡിലേക്ക് ഒന്ന് തള്ളിക്കൊടുക്കാൻ ആരും മെനക്കെട്ടിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം നമ്മുടെ കേരളം എങ്ങനെയാണ് പോകണമെന്നുള്ളത്. നമ്മളിതെങ്ങനെ വളവള കണ്ടെന്ന കാര്യം കേട്ടാ സൈഡാക്കത് എങ്ങനെ എന്നാ അവിടെ നിർത്തിക്കോ. അല്ല, ഒരാൾ വരുന്നില്ല, അതാണ് സംഭവം. ഒരാൾ പോലും അതിന് തുനിഞ്ഞിറങ്ങില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എങ്ങനെ പോയിക്കോട്ടെ, നമുക്കിപ്പോൾ അതിലൊരു കേസും ഇല്ല. ഇപ്പം അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് എങ്ങനെ വരികയെന്ന് അറിയാത്തത്. ഒന്നാമെന്നറിയോ, ഈ ബ്രൈറ്റ് ലൈറ്റിൻ്റെ അതാണ് പ്രശ്നം. ഹൈ ബീം, അധികം വണ്ടികളും നഗരത്തിൽ കൂടെ ഹൈ ബീം ഇട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവർക്ക് കണ്ണ് കാണാനായിട്ടാണോ അതോ വണ്ടികൾക്ക് കണ്ണ് കാണാനായിട്ടാണോ എന്തൊന്നും അറിയില്ല. ഒരു എപ്പോഴും അതെ രാത്രി ഹൈ ബീമിൽ ലോറിക്കാരും കാറുകാരും ആണ് അധികം. അപ്പം ഇനിയിപ്പോൾ ഓരോരുത്തരും കുറ്റം പറയാന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ ആൾക്കാരൊന്നും നന്നാവാൻ പോകുന്നില്ല. അപ്പോൾ ഞാനായാലും നിങ്ങളായാലും ആരായാലും ഒക്കെ പറയും ഒക്കെ ശരിയാവും എന്ന് പറയും. എവിടെ ശരിയാവുന്നു? അപ്പോൾ അത് അവിടുത്തെ ആ കാറും അവിടുത്തെ പിന്നെ വണ്ടിയും ബ്ലോക്കായതിൻ്റെ തിരക്കാണ് ഇപ്പോൾ ഇത്രയും ഇവിടെ. അപ്പോൾ ഇനി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ എന്തായിരിക്കും അന്തമെന്ന് എന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിലെ ഡ്രൈവിങ്ങിൻ്റെ ഒരു പ്രത്യേകത. ഇതിന് ഇവിടെ തള്ളക്ക് വിളിക്കണോ തന്തയ്ക്ക് വിളിക്കണോ എന്നൊക്കെ